ആറളത്ത് അടിക്കാടുകൾ വെട്ടിത്തെളിയിക്കാൻ തദ്ദേശവാസികളായ 50 പേരെ കൂടി ഉൾപ്പെടുത്തി 10 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. 5 കിലോമീറ്റർ നീളത്തിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണം ഉടൻ നടത്തും. ഇതിന് ജില്ലാ പഞ്ചായത്തും ആറളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് 36 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വന്യമൃഗ ആക്രമണം തടയാൻ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ആറളത്ത് അടിക്കാടുകൾ വെട്ടിത്തെളിക്കുമെന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകിയിരുന്നതാണ്. ആ പ്രവൃത്തി കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കും. മാതൃകാപരമായ രീതിയിൽ കഴിഞ്ഞ ഞായറാഴ്ച പ്രദേശവാസികളെല്ലാം ചേർന്ന് അടിക്കാടുകൾ വെട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയായിട്ടില്ല. തദ്ദേശവാസികളായ 50 പേരെ കൂടി ഉൾപ്പെടുത്തി 10 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് ഇതിനായി നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആ പ്രദേശത്തിൽ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, അവർക്ക് പുറമെ 50 പേരെ വെച്ച് 10 ദിവസം ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിക്കുന്നതിന് ഇന്ന് തീരുമാനിച്ചത്. അതിന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഉത്തരവുകൾ നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ആറളത്ത് 5 കിലോമീറ്റർ നീളത്തിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്തും ആറളം ഗ്രാമപഞ്ചായത്തും ചേർന്ന് 36 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിന് പുറമെ 33 ഏക്കർ സ്ഥലത്ത് 23 ലക്ഷം രൂപയാണ് ഈ പ്രവൃത്തിക്ക് സാങ്കേതിക അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് 36 ലക്ഷം രൂപ, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി 36 ലക്ഷം രൂപ. അപ്പോൾ ഈ രണ്ട് ഫണ്ടും കൂടി ഏറ്റവും എളുപ്പത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ആനമതിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തും. തുടർന്ന് ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.